നികേഷ് കുമാർ, ഈ ഒരുപോലെ വിജയിച്ചോ എന്ന ചോദ്യം വരുന്നത് ഗവർണർക്ക് തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് ഒരു രാഷ്ട്രപതി ഒപ്പിട്ട ബില്ലുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന വാദം. അപ്പുറത്ത് ഗവർണർക്ക് അനുകൂലമായ 3 തീരുമാനങ്ങൾ രാഷ്ട്രപതിയുടെ ഭാഗത്തുണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. എനിക്ക് അതിനകത്തുള്ള സാങ്കേതികത്വം പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ അന്നാ ഹസാരയുടെ മൂവ്മെൻറ്റ്, ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നാ ഹസാരെ മൂവ്മെൻറ്റ് അങ്ങനെ ഒരു അഴിമതിക്കെതിരായിട്ടുള്ള യുദ്ധമൊന്നും ആയിരുന്നില്ല. അത് ആർ എസ് എസിൻ്റെ ഒരു ടൂളായിരുന്നു. ഇപ്പോൾ അന്നാ ഹസാര മൂവ്മെൻറ്റിലെ ആൾക്കാർ എത്തിപ്പെട്ടിരിക്കുന്ന അഭയകേന്ദ്രങ്ങൾ നോക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കത് അങ്ങനെ തോന്നിയിരുന്നില്ല. അതാണ്, അതൊരു ഖേദത്തോടു കൂടി തിരിച്ചറിയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ലോകായുക്ത ബില്ല് സംബന്ധിച്ച് നോക്കൂ, നമുക്കൊക്കെ അഭിപ്രായത്തിൽ അരുണിനൊരു അഭിപ്രായം ഉണ്ടാവും, സ്മൃതിക്കൊരു അഭിപ്രായമുണ്ട്, സുജയ്ക്കുണ്ട്, എനിക്കുണ്ട്. നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാം. ആരാണ് അപ്പീൽ അതോറിറ്റി എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്കാർക്കും. വ്യത്യസ്തമായ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം എന്ന കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഭരണഘടനാനുസൃതമായി മാത്രമേ അപ്പീൽ അതോറിറ്റിയെ നിശ്ചയിക്കാൻ കഴിയുള്ളൂ. ആ അപ്പീൽ അതോറിറ്റിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ, നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, നമുക്ക് കോടതിയിൽ ആ ബില്ലിനെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും അവകാശമുണ്ട്. അത് നമുക്ക് നിർവഹിക്കാം. ഇത് നമ്മൾ ദീർഘകാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് ലോകായുക്ത ബില്ലിൽ മാറ്റം വരുത്താൻ പാടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇന്ന് രാജ്ഭവൻ ഒരു അസാധാരണ വാർത്താക്കുറിപ്പിലൂടെ it is informed that Honorable President of India has withheld assent to the following bills which Honorable Governor Shri Arif Mohammad Khan had referred to Rashtrapati Bhavan for consideration. എന്ന് പറഞ്ഞുകൊണ്ട് 3 ബില്ലുകൾ, കേരള യൂണിവേഴ്സിറ്റി ലോസ്, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബിൽ, അതുപോലെ തന്നെ ദ യൂണിവേഴ്സിറ്റി ലോ അമെൻമെൻറ്റ് ബിൽ, ഇങ്ങനെ ഈ 3 ബില്ലുകളുടെ അസൻറ്റ് വിത്ത്ഹെൽഡ് ചെയ്തു എന്ന് പറഞ്ഞ് രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രധാനമായും ആശങ്കയുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകായുക്ത ബില്ലിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ പ്രധാനമായും വി ഗോവിന്ദ മാസ്റ്ററും നിയമമന്ത്രി പി രാജീവും ഒക്കെ തന്നെയും ഇക്കാര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തോ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്ന്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ വിജയമല്ല രാഷ്ട്രപതി ഭവനിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന രാജ്ഭവൻ്റെ അസാധാരണ വാർത്താക്കുറിപ്പിലൂടെ കാണേണ്ടത്. ഈ രാഷ്ട്രപതി ഈ ബില്ലിൻ്റെ അസൻറ്റ് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വെറുമൊരു തമാശയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എടുക്കുന്ന തീരുമാനമാണ്. അതും ഒരു രാഷ്ട്രീയമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രപതിക്ക് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനൊന്നും കഴിയില്ല. രാഷ്ട്രപതിക്ക് കഴിയുക കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ അഭിപ്രായം തേടിയിട്ടാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് സ്വാഭാവികമായും രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കുക. ആ രാഷ്ട്രീയ തീരുമാനം ഒരു ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥനാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം ബില്ല് അട്ടത്ത് വച്ചത്, പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഭയന്ന് രാഷ്ട്രപതിക്ക് അയച്ചത്, അതേ രാഷ്ട്രീയ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് വേണ്ടി ആഭ്യന്തര വകുപ്പും വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് രാഷ്ട്രപതി ഈ അസൻറ്റ് തടഞ്ഞു വെക്കുന്നത്? നോക്കൂ, രാഷ്ട്രപതി ആയാലും ഏതെങ്കിലും ഒരു ഭരണഘടനാ അധികാരി ആയാലും ആർബിട്രറി ആയി അല്ലെങ്കിൽ സ്വേച്ഛയാൽ തോന്നിയതുപോലെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെ കഴിയും എന്നത് സംബന്ധിച്ച് നമ്മൾ ഇതിനകം തന്നെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് 2 കാര്യത്തിലാണ്. ഒന്ന്, ബില്ലുകൾ അട്ടത്ത് വെച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ. ഒന്ന്, 2, സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന കാര്യത്തിൽ. ബില്ലുകൾ അട്ടത്ത് വെച്ചിരിക്കുന്നു എന്ന വിഷയത്തിൽ 3 തവണ സുപ്രീം കോടതി ഗവർണറെയും അതായത് കേരളത്തിൻ്റെ ഗവർണറെയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭരണഘടനാധികാരിയായിട്ടുള്ള ഗവർണറെ സുപ്രീം കോടതി വിമർശിക്കുന്നു. അങ്ങനെ ഒരു ബില്ല് അട്ടത്ത് വെക്കാനുള്ള അധികാരം ഗവർണർക്കില്ല
എന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടേതായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രപതിക്ക് ഇങ്ങനെ തോന്നിയതുപോലെ സ്വേച്ഛയാൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുക എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന് വ്യക്തത തേടാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഭരണഘടനാധികാരികൾ, പ്രത്യേകിച്ച് ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ എടുക്കുന്ന തീരുമാനം സ്പീക്കിംഗ് ഓർഡേഴ്സ് ആകണം എന്ന് നമുക്ക് സുപ്രീം കോടതിയിൽ വാദിക്കാവുന്നതേ ഉള്ളൂ. കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭകൾ പാസാക്കിയ ബില്ലുകളാണിത്. ആ ബില്ലിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് രാഷ്ട്രപതിയുടെ അംഗീകാരം അതിന് ലഭിക്കുന്നില്ല എന്നറിയാനുള്ള അവകാശം കേരള ജനതയ്ക്കുണ്ട്. അതുപോലെ തന്നെ കേരള നിയമസഭയ്ക്കുണ്ട്. കാരണം ഇനി ഒരിക്കൽ കൂടി പുതിയൊരു ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ കേരള സർക്കാരിനെ കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊരു വ്യക്തത കിട്ടിയാൽ മാത്രമേ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാൻസലർ ബില്ല് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ബില്ല്, ഈ ബില്ലുകളൊന്നും തന്നെയും ഏതെങ്കിലും കേന്ദ്ര നിയമവുമായി സംഘർഷത്തിലുള്ളതല്ല. യു ജി സി ആക്റ്റാണ് നിലവിൽ കേരള സർക്കാർ പാസ്സാക്കിയിട്ടുള്ള, കേരള നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള ഈ ബില്ലുമായി നമുക്ക് ഏതെങ്കിലും തരത്തിൽ തട്ടിച്ചു നോക്കാൻ കഴിയുന്നൊരു ആക്ട് എന്ന് പറയുന്നത്. ആ ആക്റ്റിൽ ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയുന്നില്ല എന്നുള്ളത് നമ്മൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വരുന്ന സമയത്ത് നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഈ ബില്ല് തടഞ്ഞു വെക്കാൻ രാഷ്ട്രപതിക്ക് തോന്നി എന്ന് സംബന്ധിച്ച ഒരു സ്പീക്കിംഗ് ഓർഡർ സത്യം പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് കേരള സർക്കാരിന് സുപ്രീം കോടതിയിലൂടെ രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അക്കാര്യത്തിലും നമുക്ക് ഉറപ്പൊന്നും ലഭിക്കണമെന്നില്ല. കാരണം ഇതൊരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ചിലപ്പോൾ പരാജയപ്പെടാം. കാരണം രാഷ്ട്രപതി ബില്ല് തടഞ്ഞു വെക്കുകയാണ് എങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് ഭരണഘടനയിലില്ല. എന്നു മാത്രമല്ല വിശദീകരിക്കരുത് എന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മേലിൽ നമ്മൾ കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ആ പുതിയ ബില്ലുകൾ പാസ്സാക്കുന്ന ഘട്ടത്തിൽ എന്താണ് രാഷ്ട്രപതി നേരത്തെയുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് അറിയാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുക എന്നത് സുപ്രീം കോടതിയിലൂടെ നമുക്ക് തേടാവുന്നതാണ്. ഏതായാലും കേരള നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല, മുൻകാലങ്ങളിലുള്ള ഗവർണർമാരും ചാൻസലർ സ്ഥാനത്തേക്ക് കയറി ഇരുന്നിട്ടുള്ളത്. ആ ചാൻസലറെ നീക്കാൻ സ്വാഭാവികമായും പിന്നീട് വരുന്ന ഗവൺമെൻറ്റിന് സാധിക്കും. ആ സാധിക്കുന്നതാണ് നമ്മൾ ബില്ലായി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് എന്താണ് ന്യായം എന്ന് സംബന്ധിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ പുതിയൊരു നീക്കമായിരിക്കും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ 28 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ നീക്കമായിരിക്കും. നേരത്തെയും പുതിയ നീക്കമായിരുന്നു. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയതും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് സമർപ്പിച്ചതും ഒക്കെ തന്നെയും ഒരു പുതിയ നീക്കമായിരുന്നു. സമാനമായ വിധത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രപതി അസന്റ് തടഞ്ഞു വെച്ചു എന്ന് സംബന്ധിച്ച് വ്യക്തത തേടാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ അവകാശം അവർ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ പ്രാഥമികമായ ആവശ്യം. Meet the editors.